ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ 42 വാക്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ മനോഹരവും ആഴവുമായ ഭാഗങ്ങളിലൊന്നാണ് ഈ അധ്യായം. യേശു തന്നെ താൻ നല്ല ഇടയനാണെന്നും ആടുകളുടെ വാതിലാണെന്നും വിശേഷിപ്പിക്കുന്നു. ഈ അധ്യായം നമുക്ക് നൽകുന്ന പ്രധാന സന്ദേശം, നമ്മൾ യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിയുന്ന ആടുകളായിരിക്കണം. മറ്റ് പല വ്യാജ ശബ്ദങ്ങളും നമ്മെ വഴിതെറ്റിക്കുവാനായിട്ട് കടന്നു വരും. എന്നാൽ നല്ലയിടയനായ യേശുവിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് നമ്മൾ അവിടുത്തെ അനുഗമിച്ചാൽ നമ്മുടെ ജീവിതം സുരക്ഷിതവും സമൃദ്ധമായ നിത്യജീവനും നമുക്ക് ലഭിക്കും. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ തലക്കെട്ടുകൾ ഏതെല്ലാം? ഉത്തരം: ആട്ടിൻ കൂട്ടത്തിൻ്റെ ഉപമ, നല്ല ഇടയൻ, യേശു ദൈവപുത്രൻ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 42 വാക്യങ്ങൾ. ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ എങ്ങനെയുള്ളവൻ ആണെന്നാണ് യേശു പറയുന്നത്? ഉത്തരം: കള്ളനും കവർച്ചക്കാരനും. ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ എങ്ങനെയുള്ളവനാണ്? ഉത്തരം: ആടുകളുടെ ഇടയൻ. ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ പ്രവേശിക്കുന്ന ആടുകൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നതാര്? ഉത്തരം: കാവൽക്കാരൻ. ആട്ടിൻ തൊഴുത്തിൽ നിന്ന് തൻ്റെ ആടുകളെയെല്ലാം പുറത്തിറക്കിയ ശേഷം ഇടയൻ എന്തു ചെയ്യുന്നു? ഉത്തരം: അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു. ആടുകൾക്ക് ഇടയനെ അനുഗമിക്കുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം: അവൻ്റെ സ്വരം തിരിച്ചറിയുന്നതുകൊണ്ട്. അന്യരിൽ നിന്ന് ആളുകൾ ഓടി അകലുന്നത് എന്തുകൊണ്ട്? ഉത്തരം: സ്വരം അറിയാത്തതിനാൽ. ഞാനാണ് ആടുകളുടെ വാതിൽ. യേശു തനിക്ക് മുൻപേ വന്നവരെല്ലാം ആരെന്നാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം: കള്ളന്മാരും കവർച്ചക്കാരും. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. തുടർന്ന് യേശു അരുളി ചെയ്ത വചനം എന്ത്? ഉത്തരം: ഞാൻ നല്ല ഇടയനാണ്. ഇടയനല്ലാത്ത കൂലിക്കാരൻ ചെന്നായ് വരുന്നത് കാണുമ്പോൾ എന്തു ചെയ്യുന്നു? ഉത്തരം: ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായ് വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന കൂലിക്കാരൻ എങ്ങനെയുള്ളവനാണ്? ഉത്തരം: ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനും. ആരും പിടിച്ചെടുക്കാതെ യേശു സ്വമനസ്സ സമർപ്പിക്കുന്നത് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ത്? ഉത്തരം: ജീവൻ. നീ എത്രനാൾ ഇങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ ഞങ്ങളെ നിർത്തുമെന്ന് യഹൂദർ യേശുവിനോട് ചോദിച്ചത് എവിടെ വെച്ചായിരുന്നു? ഉത്തരം: ദേവാലയത്തിൽ, സോളമൻ്റെ മണ്ഡപത്തിൽ വെച്ച്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് സൂചിപ്പിക്കുന്നത് എന്ത്? ഉത്തരം: ആടുകൾ. ഞാനും പിതാവും ഒന്നാണ്. യേശുവിൻ്റെ ഈ വാക്യം യോഹന്നാൻ്റെ സുവിശേഷം എത്രാം അധ്യായം എത്രാം വാക്യം? യോഹന്നാൻ 10:30. നിങ്ങൾ ദൈവങ്ങളാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമ ഗ്രന്ഥം ഏത്? ഉത്തരം: സങ്കീർത്തനങ്ങൾ. അവിടുത്തെ ബന്ധിക്കാൻ ശ്രമിച്ച യഹൂദരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട യേശു വീണ്ടും പോയി താമസിച്ച സ്ഥലം ഏത്? ഉത്തരം: ജോർദാൻ്റെ മറുകരയിൽ. യേശുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും പിന്നെ എന്തിൽ വിശ്വസിക്കുവാനാണ് യേശു ആവശ്യപ്പെടുന്നത്? ഉത്തരം: യേശു ചെയ്യുന്ന പിതാവിൻ്റെ പ്രവൃത്തികളിൽ. ബന്ധിക്കാൻ ശ്രമിച്ച യഹൂദരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട യേശു വീണ്ടും പോയി താമസിച്ച ജോർദാൻ്റെ മറുകരയിലെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ത്? ഉത്തരം: യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയ സ്ഥലം. ആര് പറഞ്ഞിരുന്നതെല്ലാം സത്യമാണെന്നാണ് ചിലർ യേശുവിനെ പറ്റി പറഞ്ഞത്? ഉത്തരം: യോഹന്നാൻ പറഞ്ഞിരുന്നതെല്ലാം. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഈ ചോദ്യോത്തരങ്ങൾ ഏറ്റവും നന്നായി പഠിച്ചൊരുങ്ങാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.